പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് അത്ര നല്ല കാലമല്ല എന്നാണ് തോന്നുന്നത്. നമുക്കറിയാം, ഈ CMRL, എക്സാലോജിക്ക്, SFIO, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ്, ഇതൊക്കെ തുടങ്ങിയ കാലം മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും, ഇപ്പോ അറസ്റ്റിലാവും എന്നുള്ളതാണ്. എന്നാൽ ഇതുവരെയും അറസ്റ്റിലായിട്ടില്ല. പക്ഷേ ഇപ്പോ കുറച്ചുകൂടെ സങ്കീർണമായ അവസ്ഥയിലേക്ക് ഈ വിഷയം പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ആ വാസ്തവത്തെ ഉൾക്കൊള്ളാനുള്ള മടി ഉള്ളത് കൊണ്ടാണ് ED ഉദ്യോഗസ്ഥർ അന്വേഷണത്തിന് വരുമ്പോൾ, സാധാരണ ഒരു പോലീസ് അന്വേഷണത്തിലേക്ക് വരുമ്പോൾ അണികളെ അഴിച്ചു വിടുന്നത് മാതിരി ഇവർ അഴിച്ചുവിട്ടത്. പക്ഷെ അത് അടപടലം പാളി. അത് പാർട്ടിക്ക് തന്നെ വിനയാകുന്ന രീതിയിലേക്കും കാര്യങ്ങളെ കൊണ്ടുപോയി എന്നുള്ളതാണ്. അപ്പൊ ഇതിനെ മറികടക്കണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? അപ്പോഴാണ് പാർട്ടിയുടെ ഒരു നിർദ്ദേശം വരുന്നത്, പിണറായിക്കെതിരെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ രംഗത്തിറങ്ങും, എന്നാൽ വീണയ്ക്കെതിരെ ഇനി ഒരാളും രംഗത്തിറങ്ങാൻ വരില്ല എന്നുള്ളത്. പിണറായിയെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ബാധ്യതയായിട്ട് ഇപ്പോഴും പാർട്ടി കണക്ക് കൂട്ടുന്നിടത്താണ് പാർട്ടിക്ക് വീണ്ടും 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 തെറ്റുന്നത്. പിണറായിയെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റൊരാളെ സങ്കല്പിക്കാൻ ഈ പാർട്ടിക്ക് കഴിവില്ല എന്നുള്ള ഒരു നറേറ്റീവ് മറ്റുള്ള ഭാഗങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ഈ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഈ നറേറ്റീവിനെ ശരിവെക്കുന്ന തരത്തിലായിരുന്നു പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പോലും വന്നത്. അപ്പൊ ഈ തിരഞ്ഞെടുപ്പ് വരണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വോട്ട് ചെയ്ത് സ്വയം ജയിപ്പിച്ച ഒരു വ്യക്തി കൂടിയായിട്ട്, അല്ലെങ്കിൽ ഒരു നേതാവ് കൂടിയായിട്ട് പിണറായി വിജയൻ മാറുന്നുണ്ട്. അങ്ങനെ കിട്ടിയ പ്രതിപക്ഷ നേതൃസ്ഥാനം പിണറായി വിജയന് ഒഴിയേണ്ടി വരാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല. പിണറായിക്കെതിരെ പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള ഒരു എന്താ പറയാ, അപ്രഖ്യാപിതമായിട്ടുള്ള രീതിയിൽ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. നമ്മൾ കണ്ടതാണ് പലയിടങ്ങളിൽ നിന്നുള്ള പൊട്ടിത്തെറി. ഒരുപക്ഷെ ആ പൊട്ടിത്തെറിയൊക്കെ ഗോവിന്ദനും പിണറായിയും ഒക്കെ ചേർന്നുകൊണ്ട് അത് അവിടെ കുഴിച്ചു മൂടാനൊക്കെയുള്ള ശ്രമം നടന്നു. ആ പൊട്ടിത്തെറി ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പലരുടെയും മനസ്സിൽ ഇനിയും എന്തിന് പിണറായി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. നേതാക്കൾക്ക് ഇടയിൽ പോലും ഈ ഒരു ചോദ്യമുണ്ട്. ഇങ്ങേരിത് ഇത്രയും വയസ്സാകാലമായിട്ടും മാറുന്നില്ലല്ലോ, ആ കസേരയൊന്നും തരുന്നില്ലല്ലോ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇത് മാറിക്കൊടുക്കേണ്ട സ്ഥാനമായിട്ടുണ്ടെങ്കിൽ, സമയമായെങ്കിൽ മാറിക്കൊടുക്കുക തന്നെ വേണം. പക്ഷേ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഇത്തരം ഒരു അന്വേഷണം വരുമ്പോൾ എവിടെ വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിയും എന്നുള്ള ഒരു ചോദ്യവും നിൽക്കുന്നുണ്ട്. അവിടെയാണ് പിണറായിയും മോദിയും തമ്മിലുള്ള ഡീൽ എന്ന് പറയുന്നത്, BJP CPM ഡീൽ എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ഡീല് എല്ലാവരും തമ്മിൽ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഉത്തരവുമില്ല. എന്തായാലും പിണറായിയെ ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ടതില്ല എന്നുള്ളൊരു ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ പാർട്ടിയുടെ ഉന്നത തലങ്ങളിലെല്ലാം തന്നെ, നേതൃതലത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ EDക്ക് മുന്നിൽ വീണ വിജയൻ തുടർച്ചയായിട്ട് ഹാജരാകേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും പിണറായിയെ സത്യത്തിൽ വെട്ടിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നേതാക്കൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, എപ്പോഴും എല്ലാവരും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് കോടിയേരി ബാലകൃഷ്ണന്റേത്. അപ്പൊ മുൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ലഹരി കേസിൽ അകത്തായ സമയത്ത്, ജയിലിലായപ്പോൾ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം സ്ഥാനം ഒഴിഞ്ഞിരുന്നു. ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും പാർട്ടിയെ നയിക്കുന്നത് ഒരുപക്ഷെ കോടിയേരി ആയിരുന്നുവെങ്കിൽ പാർട്ടി ഇത്രത്തോളം അധപ്പതിച്ചു പോകില്ലായിരുന്നു എന്നുള്ള ഒരു വാദമുഖം ഉയർത്തുന്നവരുണ്ട്. ആ വാദമുഖം ഉയർത്തുന്നത് കോടിയേരി എല്ലാവർക്കും സ്വീകാര്യനാകുന്ന രീതിയിൽ പല കാര്യങ്ങളും തീരുമാനമെടുത്തത് കൊണ്ടാണ്. ഈ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് എതിർക്കാമെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നയപരമായിട്ടുള്ള ഡീലിംഗ് നടത്തുന്ന സമയത്ത് കോടിയേരി എത്രത്തോളം ശരിയായിരുന്നു എന്നുള്ളത് പോലും ഇവിടെ തെളിയിക്കപ്പെടുകയാണ്. എന്തായാലും അന്ന് പാർട്ടി സ്വീകരിച്ച അതേ നിലപാട് പിണറായി വിജയന്റെ കാര്യത്തിലും സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കാത്തതിൽ അമർഷമുണ്ട് പാർട്ടിക്കുള്ളിൽ തന്നെ. എന്തായാലും പിണറായി വിജയന്റെ കാര്യത്തിലും ഇത് ആവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്കുള്ളിൽ ഭൂരിഭാഗം പേരുടെയും ആവശ്യം എന്നുള്ളതാണ്.
അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു സാമ്പത്തിക കുറ്റകൃത്യത്തിൽ സ്വന്തം മകള് പ്രതിയാവുകയാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം തുടരുന്നത് തന്നെ കളങ്കമാണ്. അത് പാർട്ടിയുടെ പ്രതിച്ഛായയെ ദോഷകരമായിട്ട് ബാധിക്കുമെന്ന് പൊളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കേന്ദ്ര നേതൃത്വം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ വിലയിരുത്തൽ വരുന്നതല്ലാതെ നമ്മളിപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട്, കുറെ വർഷങ്ങളായിട്ട് കാണുകയാണ് പല വിലയിരുത്തലുകളും. അതിന്റെ ഭാഗമായിട്ടാണ് അടിക്കടി നമ്മൾ കാണുന്ന ഹെഡ്ലൈൻസ്, പിണറായി ഒഴിയുന്നു, പിണറായി ഇതാ നാളെ രാജിവെക്കും, മറ്റന്നാൾ രാജിവെക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷെ പാർട്ടിക്ക് പറയാനായിട്ട് കഴിയുന്നില്ല പിണറായി രാജിവെക്കണം. എഴുന്നേറ്റ് നിന്ന് പറയാനായിട്ട് ഒരൊറ്റ എണ്ണത്തിന് ഇപ്പോഴും നട്ടെല്ല് മുളച്ചിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ പിണറായി ഒഴിയണം എന്നുള്ള ഈ ഒരു ആവശ്യം കാര്യമായിട്ട് ഉയർന്നു വരികയാണെങ്കിൽ പാർട്ടിക്ക് അത് സ്വീകരിക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ആരായിരിക്കാം ഒരു പക്ഷേ പിണറായിക്ക് പകരം വരിക എന്നുള്ള ഒരു കാര്യമുണ്ട്. എം സ്വരാജിന്റെ പേര് പറഞ്ഞു കേൾക്കാറുണ്ട്. കെ.എൻ. ബാലഗോപാലിനെ പരിഗണിക്കുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അങ്ങനെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറുകയാണ് എന്നുണ്ടെങ്കിൽ പകരം ആര്? അതൊരു വലിയ ചോദ്യമാണ്. അവിടേക്കാണ് കെ.എൻ. ബാലഗോപാലിന്റെ പേര് ഉയർന്നു വരുന്നത്. പക്ഷേ കെ.എൻ. ബാലഗോപാൽ എത്രത്തോളം ആ ഒരു രംഗത്ത് ശോഭിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയണം. നമ്മൾ നിയമസഭ എടുത്തു നോക്കുകയാണെങ്കിൽ വേണ്ടുവോളം വി.ഡി. സതീശന്റെ കയ്യിൽ നിന്ന്, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ BJP MLA-മാരുടെ കയ്യിൽ നിന്നും ഒക്കെ നല്ല കണക്കിന് കിട്ടുന്നത് നമ്മൾ കാണുകയാണ്. അപ്പൊ ഇതിനെല്ലാം കൗണ്ടർ ചെയ്ത് ഒരു ഉത്തരം കൊടുക്കാനുള്ള കെൽപ്പ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഒരുപക്ഷെ നയതന്ത്രപരമായിട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുമായിരിക്കാം. അല്ലെങ്കിൽ പിണറായി വിജയന്റെ തന്നെയോ അല്ലെങ്കിൽ പാർട്ടി ഒരു പാവയായിട്ട് അവിടെ ഇരിക്കാൻ കഴിയുന്നതായിട്ടോ ആണോ എന്നുള്ളത് അറിയില്ല. എന്തായാലും അദ്ദേഹത്തിന് ഇതിനെ നയിച്ചു കൊണ്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഈ ഇടയ്ക്ക് എം സ്വരാജിന്റെ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിലവില് നിയമസഭയിലെ CPM അംഗങ്ങളിൽ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായിട്ടുള്ളത് കെ.എൻ. ബാലഗോപാൽ മാത്രമാണ് എന്നതാണ് കെ.എൻ. ബാലഗോപാലിന് ഒരു പരിഗണന കൂടുതൽ കൊടുക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. അപ്പോൾ പിണറായി വിജയന്റെ കാര്യത്തില് പാർട്ടി കേന്ദ്ര നേതൃത്വം അങ്ങേയറ്റം കടുത്ത നിലപാടിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചനകളെല്ലാം. ജനറൽ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ നേതാക്കൾക്ക് PBയിൽ ഇതിനായിട്ട് വലിയ സമ്മർദ്ദം ചെലുത്തേണ്ടി വരികയും ചെയ്തേക്കാം. മകൾക്കെതിരായിട്ടുള്ള കേസ് അന്വേഷണം മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, പിണറായി വിജയനെ സംരക്ഷിക്കാനായിട്ട് പാർട്ടിക്ക് ഇനി കഴിയാത്ത ഒരു സാഹചര്യം. ഒന്ന് ആലോചിച്ച് നോക്കണം. കേരളത്തിൽ CPM അടപടലം തകരുകയാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉയർന്നു വരുന്നുണ്ട്. നമുക്ക് അറിയില്ല, കെ.എൻ. ബാലഗോപാൽ വരികയാണ് എന്നുണ്ടെങ്കിൽ, പിണറായി ഒഴിഞ്ഞാൽ കെ.എൻ. ബാലഗോപാൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അത് എത്രത്തോളം കാര്യക്ഷമമായിട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് നമുക്ക് അറിയില്ല. കാരണം പ്രതിപക്ഷ നേതൃസ്ഥാനം എന്ന് പറയുന്നത് നല്ല കനപ്പെട്ട ഒരു പദവി തന്നെയാണ്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം ഒരു കൂട്ടുത്തരവാദിത്തോടു കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനും നയിക്കാനും അതിനു വേണ്ടുന്ന തീരുമാനങ്ങൾ എടുക്കാനും എല്ലാം കഴിയണം. പിണറായിക്ക് തിരുവായിക്ക് എതിർവായില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആയിരിക്കില്ല പിണറായി മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങൾ. അപ്പോ പിണറായി മാറാനുള്ള സാധ്യതകളുണ്ട്. PBയിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. MA ബേബിക്കും പിണറായിയോടുള്ള അസ്വാരസ്യങ്ങളൊക്കെ നമുക്കറിയാം. എല്ലാവരും കൈയൊക്കെ കോർത്ത് ഒരുമിച്ച് നിന്ന് സിന്ദാബാദ് വിളിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരു കുത്തൽ അത് പുറത്തറിയാവുന്ന കഥകൾ തന്നെയാണ്, പരസ്യമായ രഹസ്യം തന്നെയാണ്. പിണറായി മാറുമോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം.